ഇൻഷാ അല്ലാഹ് നമ്മൾ ഈ പവിത്രമായ റബീഉൽ അവ്വലിലെ സുന്ദരമായ രാവിൽ ഹബീബായ തങ്ങളുടെ മദ്ഹ് പറയുകയാണ്. അവിടുത്തെ മൗലിദിലേക്ക് നമ്മൾ കടക്കുകയാണ്. മാഷാ അല്ലാഹ്, പതിനായിരക്കണക്കിന് ലോകത്തിന്റെ വ്യത്യസ്തങ്ങളായ നാടുകളിൽ നിന്ന്, പതിനായിരക്കണക്കിന് വീടുകളിൽ നിന്ന് ഒരേ സമയത്ത് മുത്തു റസൂലുള്ളാഹിന്റെ മദ്ഹ് ചൊല്ലുകയാണ്, മൗലിദുകളിൽ പങ്കെടുക്കുകയാണ്. ലക്ഷക്കണക്കിന് വരുന്ന മുഅ്മിനീങ്ങൾ, അല്ലാഹുവേ നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവിനെ എവിടെയൊക്കെ പറയുന്നുവോ അവിടെയൊക്കെ അല്ലാഹുവിന്റെ റസൂലിനെ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂലിനെ എവിടെയൊക്കെ അല്ലാഹു പരാമർശിച്ചുവോ അവിടെയൊക്കെ അല്ലാഹു റബ്ബിനെയും പരാമർശിച്ചിട്ടുണ്ട്. അല്ലാഹുവിനെ ആരെല്ലാം എതിർത്തുവോ മറുപടി പറയാൻ ഏൽപ്പിച്ചത് അല്ലാഹുവിന്റെ റസൂലിനെയാണ്. അല്ലാഹുവിന്റെ റസൂലിനെ ആരെല്ലാം വിഷമിപ്പിച്ചുവോ അവിടത്തെ ആരെല്ലാം മോശമാക്കിയോ അവർക്ക് മറുപടി കൊടുത്തത് അല്ലാഹു നേരിട്ടാണ്. വിശുദ്ധ ഖുർആനിന്റെ വ്യത്യസ്തങ്ങളായ സ്ഥലങ്ങളിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ കാണാൻ കഴിയുന്ന ഒരുപാട് വിസ്മയകരമായ കാഴ്ചകളുണ്ട്. ആ കാഴ്ചകൾ എന്ന് പറയുന്നത് അല്ലാഹുവും അവന്റെ റസൂലും തമ്മിലുള്ള അഭേദ്യമായ ബന്ധമാണ്. അത് സ്നേഹത്തിന്റെ ബന്ധമാണ്. അത് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു നൽകിയ വലിയ അംഗീകാരങ്ങളാണ്, വലിയ ബഹുമാനമാണ്, വലിയ ആദരവാണ്. എല്ലാ നബിമാരെയും അല്ലാഹു നേരിട്ട് പേര് വിളിച്ചതായി കാണാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ വിളിച്ചതായി കാണാം, മൂസാ നബി അലൈഹിസ്സലാമിനെ വിളിച്ചതായി കാണാം. ഒരുപാട് നബിമാരെ അല്ലാഹു നേരിട്ട് പേരെടുത്ത് വിളിച്ചതായി കാണാം. പക്ഷേ വിശുദ്ധ ഖുർആനിൽ എവിടെയും യാ മുഹമ്മദ് എന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ പേര് നേരിട്ടെടുത്ത് വിളിച്ച ഒരു സ്ഥലം പോലും കാണാൻ കഴിയൂല. പകരം അല്ലാഹുവിന്റെ റസൂലിനെ അല്ലാഹു ഉപയോഗിച്ചത് യാ മുസമ്മിൽ, യാ മുദ്ദസിർ, ഇങ്ങനെ അല്ലാഹുവിന്റെ റസൂലിന്റെ മറ്റു നാമങ്ങൾ എടുത്തുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂലിനെ അങ്ങനെ പേരുകൊണ്ട് പോലും അങ്ങനെ വിളിക്കാൻ പാടില്ല എന്നല്ലേ മഹാന്മാര് പഠിപ്പിക്കുന്നത്. അല്ലാഹു തന്നെ മുത്തുനബി അങ്ങനെ വിളിച്ചിട്ടില്ല പോലും. സുബ്ഹാനല്ലാഹ്, എത്ര വലിയ സ്ഥാനമാനങ്ങളുള്ള നേതാവാണ്. റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുനാ റസൂലുള്ളാഹ്. അല്ലാഹുവിന് മക്കളുണ്ട്. അല്ലാഹുവിന്റെ മക്കളാണ് മലായിക്കത്തുകളെ എന്ന വാദവുമായി വന്നപ്പോ അല്ലാഹു പറഞ്ഞത് ഖുൽ ഹുവല്ലാഹു അഹദ്, നബിയേ നിങ്ങൾ പറയണം നബിയേ എന്ന് പറഞ്ഞുകൊണ്ട് മറുപടി പറയാൻ അല്ലാഹു മുത്തു നബിയെ ഏൽപ്പിക്കുകയാണ് ചെയ്തത്. അല്ലാഹു ഏകനാണ്, അവൻ പ്രസവിച്ചവനല്ല, പ്രസവിക്കപ്പെട്ടവനല്ല, അവനിക്ക് മക്കളില്ല എന്ന ഏറ്റവും വലിയ തൗഹീദിന്റെ മന്ത്രധ്വനി ലോകത്തെ പ്രഖ്യാപിച്ചു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 30 ദിവസത്തോളം മുത്തുനബിക്ക് ഖുർആനിക ആയത്തിറങ്ങിയില്ല. ശത്രുക്കൾ അല്ലാഹുവിന്റെ റസൂലിനെ അല്ലാഹു ഉപേക്ഷിച്ചു എന്ന വലിയ കിംവദന്തി പരത്തിയില്ലേ? മുത്തുനബിയുടെ പേരിൽ ആക്ഷേപം ഉന്നയിച്ചില്ലേ? അപ്പോൾ അല്ലാഹുവിന്റെ ആയത്തിറങ്ങുകയാണ്, വല്ലുഹാ വല്ലൈലി ഇദാ സജാ. ഇല്ല, ഒരിക്കലുമില്ല, പ്രഭാതം തന്നെയാണ് സത്യം, ഇരുൾ മുറ്റിയ രാത്രിയെ തന്നെയാണ് സത്യം. അല്ലാഹുവിന്റെ റസൂലിന്റെ പവിത്രമായ കാണാൻ അഴകുള്ള പ്രശോഭിതമായ മുഖത്തെ തന്നെയാണ് സത്യം. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ശരീരത്തിലുള്ള ആ കറുത്ത മഹത്തായ അവിടുത്തെ ഷഅർ മുബാറക്കിനെ തന്നെയാണ് സത്യം. ഇല്ലേ ഇല്ല, മാ വദ്ദഅക റബ്ബുക വമാ ഖലാ. ഇല്ല നബിയേ, അല്ലാഹു നിങ്ങളെ ഉപേക്ഷിച്ചിട്ടില്ല നബിയേ, അല്ലാഹു നിങ്ങളെ ഒഴിവാക്കിയിട്ടില്ല നബിയേ. അല്ലാഹു നേരിട്ട് മറുപടി പറയുകയാണ്. സുബ്ഹാനല്ലാഹ്, ഇതെന്തൊരു ബന്ധമാണ്, ഇതെന്തൊരു സ്നേഹമാണ്, ഇതെന്തൊരു ഒരു ഹബീബും ആ ഹബീബിന്റെ കൂട്ടുകാരനും തമ്മിലുള്ള ബന്ധമല്ലേ? മാഷാ അല്ലാഹ്, ആ പവിത്രമായ
ഏറ്റവും വലിയ സൗന്ദര്യത്തിന്റെ നിറകുടമായ റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയാനും പാടാനും പുകഴ്ത്താനുമുള്ള ഒരു മാസമാണ് റബീഉൽ അവ്വൽ എന്ന് പറയുന്ന മാസമായി അല്ലാഹു നമുക്ക് കനിഞ്ഞേകിയത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ വീടുകളിലെല്ലാം മുത്തു റസൂലുള്ളാഹിനെ പറയുന്ന സദസ്സുകൾ വേണം, മുത്തു റസൂലുള്ളാഹിന്റെ മഹബ്ബത്തിന്റെ വേദികൾ വേണം. അതേ, കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ ഉപ്പാപ്പമാരും ഉമ്മാമമാരും അവരുടെ ജീവിതത്തിലെ വലിയ നിധിയായി കൊണ്ട് നടന്നതാണ് മുത്തു റസൂലുള്ളാഹിന്റെ മദ്ഹിന്റെ സദസ്സുകള്, മൗലിദിന്റെ സദസ്സുകള്. അതൊരു വീടുകളിൽ നിന്നും അന്യം നിൽക്കാൻ പാടില്ല. അത് പൂർവോപരി ശക്തിയായി നമ്മുടെ വീടുകളെല്ലാം ഹബീബായ തങ്ങളുടെ മദ്ഹ് പറയുന്ന വീടുകളാവട്ടെ. ഉമ്മാന്റെ ആണ്ട് സംഘടിപ്പിക്കാറില്ലേ? ഉപ്പയുടെ ആണ്ട് സംഘടിപ്പിക്കാറില്ലേ? മക്കളുടെ പേരിൽ പല പരിപാടികളും സംഘടിപ്പിക്കാറില്ലേ? അതിനു വേണ്ടി പണം ചെലവഴിക്കാറില്ലേ? അതിനു വേണ്ടി ആളുകളെ ഒരുമിച്ച് കൂട്ടാറില്ലേ? എന്നാൽ എല്ലാ ഉപ്പയെക്കാളും, എല്ലാ ഉമ്മയെക്കാളും, എല്ലാ മക്കളെക്കാളും, എല്ലാ കല്യാണങ്ങളെക്കാളും ഏറ്റവും കൂടുതൽ നമ്മൾ ഒരുമിച്ച് കൂട്ടേണ്ടത്, നമ്മൾ ഏറ്റവും നല്ല മജ്‌ലിസായി നടത്തേണ്ടത് അത് മുത്തു റസൂലുള്ളാഹിന്റെ സദസ്സാണ്. അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ, അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. അതിനുള്ള വേദികൾ ഉണ്ടാവണം, അതിനുള്ള വഴികൾ ഉണ്ടാകണം. ഇൻഷാ അല്ലാഹ് നമ്മുടെ വീടുകളിലെല്ലാം മുത്തു റസൂലുള്ളാഹിന്റെ മദ്ഹുകൾ നടക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫലമ്മാ